C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കാൽനൂറ്റാണ്ടിന്റെ ബന്ധം ഒരൊറ്റ നിമിഷം കൊണ്ട് താൻ അവസാനിപ്പിച്ചു. നന്നായി. ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള നിന്നെ പോലുള്ളൊരു സ്ത്രീ എന്റെ ഭാര്യയായി ഇരുന്നിട്ടും ഇത്രയും കാലം ഞാൻ ജീവനോടെ ഇരുന്നതേ എന്റെ ആയുസിന്റെ ബലം. വക്കീലന്മാരില്ലാതെ സ്വന്തം മനസ്സിന്റെ കോടതി മുറിയിൽ തന്നെ താൻ വളരെ ഈസി ആയിട്ട് ഈ ബന്ധം അവസാനിപ്പിച്ചല്ലോ. സങ്കടം തോന്നുന്നുണ്ടല്ലേ? കരയണം നിങ്ങള്. ഇനിയുള്ള കാലം മുഴുവനും നിങ്ങൾ കരയണം. നിങ്ങൾ നെഞ്ചു പൊട്ടി കരയുന്നത് കണ്ട് ചിരിക്കണം ഈ ദുർഗയ്ക്ക്. ഞാൻ കരയാനോ? എന്തിന്? ഞാൻ ഫ്രീ ആയില്ലേ? മനസ്സുകൊണ്ട് നീ താലി അഴിച്ചു മാറ്റിയ ആ നിമിഷം തന്നെ എന്റെ കാലിൽ നിന്നും ആ ചങ്ങല അഴിഞ്ഞു വീണു. ഇനി എനിക്ക് എന്റെ ഇഷ്ടം പോലെ ജീവിക്കാലോ. വീട്ടിൽ ഭാര്യ കാത്തിരിപ്പുണ്ടെന്നുള്ള ചിന്തയില്ലാതെ എനിക്ക് എവിടെ വേണമെങ്കിൽ പോവാലോ. എനിക്കുള്ള ശിക്ഷയായിട്ടാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം നീ അവസാനിപ്പിച്ചതെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, അതെനിക്കുള്ള ശിക്ഷയല്ല, സ്വാതന്ത്ര്യമാണ്. 1/4 നൂറ്റാണ്ടിന് ശേഷം കിട്ടിയ സ്വാതന്ത്ര്യം, ഫ്രീഡം. ലേഖ, വണ്ടി നിർത്തിയനല്ല ഞാൻ അയാളെ കസ്റ്റഡിയിൽ എടുത്തത്. വണ്ടി എടുത്ത് മാറ്റാൻ ആ പോലീസുകാരൻ പറഞ്ഞിട്ട് അയാൾ മാറ്റിയില്ല. പിന്നെ എന്റെ വണ്ടിക്ക് വട്ടം നിന്നപ്പോ പിടിച്ചു മാറ്റാൻ നിന്ന ആ പോലീസുകാരനെ അയാൾ കയ്യേറ്റം ചെയ്തു. ഡ്യൂട്ടിയിലുള്ള യൂണിഫോമിലുള്ള ഒരു പോലീസുകാരനെയാ അയാൾ കയ്യേറ്റം ചെയ്തത്. അതിനാ അയാളെ കസ്റ്റഡിയിൽ എടുത്തത്. FIR ഇട്ടോ? ഇല്ല. കേസ് ചാർജ് ചെയ്യാതിരിക്കാൻ നിർവാഹമുണ്ടോ? റോഡും ഈ നാടും തന്നെ അയാളുടെയാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. അയാള് ഡ്രഗ് അഡിക്റ്റ് ആണ്. അയാള് ജീവിക്കുന്നത് ഒരു സാങ്കല്പിക ലോകത്താ. അയാള് നിയമത്തെ അല്ല, നിയമം അയാളെയാണ് അനുസരിക്കേണ്ടത്. അയാളോട് ആരും ഓർഡർ ഇടാൻ പാടില്ല. അയാൾക്ക് എല്ലാവരെയും ഓർഡർ ചെയ്യാം. അയാൾക്ക് എവിടെയും വണ്ടിയിടാം. ആരും ചോദിക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞ എഴുന്നേറ്റ് പാടോ. എന്തിനാ? ഞാനവിടെ ഇരുന്നോളാം. നല്ല സുഖമുണ്ട് ഇവിടെ. തന്നെ സാറ് വിളിക്കുന്നു. മനസ്സിലായി. അയാളെ തന്നെ പറഞ്ഞു ഇവിടെ ഇരുന്നോളാൻ. ഞാനിവിടെ വെറുതെ കയ്യും കെട്ടിയിരിക്കുന്ന അയാള് വിചാരിച്ചത്. വെറും പേര് കേട്ടാല് അയാളെ എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ട് ചെയ്യുന്ന വമ്പന്മാരുടെ നമ്പറുകളാ ഈ ഫോണില്. ഇപ്പൊ ആരെ വിളിയാ വന്നത്? ചീഫ് സെക്രട്ടറിയുടെയോ അതങ്ങ് കേന്ദ്രമന്ത്രിയുടെയോ? അത് താൻ നേരിട്ടങ്ങ് ചോദിച്ചാ മതി. എഴുന്നേറ്റ് പാടോ. മനസ്സില്ല. എന്നെ കാണണമെങ്കിലേ, അല്ലെങ്കിൽ എന്നോടെന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്റെ മുമ്പിൽ വരാൻ പറ. ഈ രാജീവ് മേനോൻ അങ്ങനെ ഒരുത്തന്റെ മുമ്പിലും തല ചൊറിയില്ല. പോയി പറയട അയാളോട് എനിക്ക് വരാൻ മനസ്സില്ലെന്ന്. കാണാൻ മനസ്സില്ലെന്നോ? എണീറ്റ് പാടോ. വേണ്ട വേണ്ട. അല്ലെങ്കിൽ നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അയാള് പറയുന്നത് കേക്കലല്ലേ നിന്റെയൊക്കെ ജോലി. അയാളോട് പറയാനുള്ളതേ ഞാൻ നേരിട്ട് പറഞ്ഞോളാം. ആ നേരിട്ട് തന്നെ പറഞ്ഞു. നടക്ക്. പോവാം. അതിനു മുമ്പ് ഈ സംശയം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. ലേഖ പറ, ഈ കൃഷ്ണപ്രസാദും ആ കൃഷ്ണപ്രസാദും ഒരാള് തന്നെയാണോ? രാജീവ്, അല്ലെങ്കിൽ വേണ്ട, സാറ് പറഞ്ഞാലും മതി. സാറാണോ ഈ ലേഖയുടെ പഴയ കാമുകൻ? കാമുകിയെന്നൊന്നും വിളിക്കാൻ കഴിയില്ല. എനിക്ക് ലേഖ ഇഷ്ടമായിരുന്നു. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ സംഭവം അത് തന്നെ. സാറേ 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 ബാക്കി പറ. ലേഖയുടെ പപ്പയെ കണ്ട് ഞാൻ പെണ്ണ് ചോദിച്ചു. ലേഖയെ രാജീവ് മേനോനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു.
ആ ബന്ധം അവിടെ അവസാനിച്ചു. അതിനുശേഷം ഞങ്ങൾ കാണുന്ന ഇപ്പോഴാ. പോലീസ് ഭാഷയിൽ പറഞ്ഞാല് രണ്ടുപേരുടെ മൊഴിയില് പൊരുത്തക്കേടുണ്ടല്ലോ സാറേ. പൊരുത്തക്കേടോ? എന്ത് പൊരുത്തക്കേട്? ഞാൻ പറഞ്ഞ സത്യമാ? അല്ല, സാറ് പറഞ്ഞത് കള്ളവാ. ഫസ്റ്റ് നൈറ്റിൽ പാലുമായി വന്ന ഇവളെ കട്ടിലിൽ പിടിച്ചു നിർത്തി ഞാൻ ചോദിച്ചതാ കൃഷ്ണപ്രസാദുമായിട്ട് എന്താ ബന്ധമെന്ന്. എന്റെ ചോദ്യം മാന്യമായ രീതിയിലായതിനാൽ ഇവളൊന്നും ഒളിച്ചു വെക്കാതെ നിങ്ങൾ ട്രെയിനിങ് ക്യാമ്പിൽ ആടിപ്പാടി നടന്നതും ഒഴിവ് കിട്ടുമ്പോൾ കാറ്റുകൊള്ളാൻ പോയതും എല്ലാം അവള് തുറന്നു പറഞ്ഞു. തുറന്നു പറഞ്ഞു. സാറ് പറഞ്ഞതുപോലെ അതൊരു വെറും ഇഷ്ടമായിരുന്നില്ല, പ്രേമം തന്നെ. ഇറങ്ങാനോ? എന്തിന്? ഇതെന്റെ ഔദ്യോഗിക വാഹനമാണ്, ഫാമിലിക്ക് പോകാനുള്ളതല്ല. ഓ, എന്നെ കൊണ്ടുപോകൊന്നും വേണ്ട. അല്ലെങ്കിൽ നിന്റെ കൂടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ ടൗണിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നീ അങ്ങ് പോക്കോ. 2 കിലോമീറ്റർ ഇല്ല. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? രാജീവിനോട് ഇറങ്ങാനാ പറഞ്ഞ. മനസ്സിലായി. ഇതേ ജോലിയോടുള്ള ആത്മാർത്ഥയൊന്നുമല്ല. പഴയ കാമുവിന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വാട്ടിയത് നിനക്ക് അങ്ങ് പിടിച്ചില്ല. അതിന്റെ കലിപ്പ്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നിനക്കങ്ങ് കൊണ്ടു അല്ലേ? പക്ഷേ പറഞ്ഞത് കുറഞ്ഞു പോയോന്നാ എന്റെ ഫീലിങ്സ്. കൃഷ്ണപ്രസാദ് എന്നൊരു കഥാപാത്രം ഉണ്ടെന്നുള്ളതെന്ന് അറിയാന്നല്ലാതെ കാണുന്നത് ആദ്യമായിട്ടാ. കൈ കിട്ടിയിട്ട് കാര്യമായിട്ടൊന്നും പറയാനും പറ്റിയില്ല. അതിന്റെ വിഷമമുണ്ട് എനിക്ക്. സാരമില്ല, അയാൾ ഇവിടൊക്കെ തന്നെ ഉണ്ടാവൂലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കലിപ്പ് തീർത്തിട്ടങ്ങ് പൊക്കോളാം. നിന്നെ എനിക്ക് അങ്ങ് വീട്ടിൽ കിട്ടുമല്ലോ. ഒന്ന് വേഗം ഇറങ്ങ്, എനിക്ക് പോയിട്ട് ആവശ്യമുണ്ട്. എനിക്ക് പോയിട്ട് ആവശ്യമൊന്നുമില്ല. അല്ല, അങ്ങാടിയെ തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞതുപോലെ അയാളുടെ മുമ്പിൽ വെച്ച് നാണം കെട്ടതിന് എന്റെ നെഞ്ചത്തോട്ട് കയറണമെങ്കിൽ അങ്ങ് കേറിക്കോ. രാജീവിന് പറഞ്ഞാ മനസ്സിലാവില്ലേ? വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ. ഇറങ്ങാനേ എനിക്ക് മനസ്സില്ല. പിടിച്ചിറക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ അങ്ങ് നോക്ക്. എന്തിനാ രാജീവ് ഇങ്ങനെ? ഇത്ര കാലമായി ഞാനിത് സഹിക്കുന്നു. വീട്ടിൽ എനിക്ക് സൗകര്യം തരില്ല, സൊസൈറ്റിയിലെ രാജീവ് കാരണം മാനക്കേട്, ജോലി സ്ഥലത്തും സ്വസ്ഥത തരില്ല എന്ന് പറഞ്ഞ. ഓ സോറി, ഞാൻ കാരണം നീ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. തുറന്നു പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ. ഓ സോറി കേട്ടോ. സോറി, ഐ എം റിയലി സോറി. സാരമില്ല. കൃഷ്ണപ്രസാദിന്റെ മുമ്പിൽ വെച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നിനക്ക് വിഷമായോ? ഇല്ല. സത്യം? സത്യം. അയാളെ നിനക്ക് എപ്പോഴും ഇഷ്ടമാണ്? പറയേ, പഴയ ഇഷ്ടം ഇപ്പോഴും ഉണ്ടോ? രാജീവ്, എന്താ ഇങ്ങനെയൊക്കെ? പറയേ, നീ എന്തു പറഞ്ഞാലും ഞാൻ മെക്കിട്ട് കയറൊന്നുമില്ല. ജസ്റ്റ് ഒന്നറിയാൻ വേണ്ടിയാ. നിനക്ക് എപ്പോഴും അയാളോട് ഇഷ്ടമുണ്ടോ? എനിക്ക് പേടിയാച്ചാ. അച്ഛൻ വിലങ്ങെടുത്ത് കൊടുത്തതിന്റെ ദേഷ്യം ദുർഗാമിക്കുണ്ടാവും. ചന്ത ഭാർഗവിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ച വിഷവും കയ്യിലുണ്ടാവും. അത് അമ്മ ബില്ല് വാങ്ങാൻ പോയ സമയത്തെ ദുർഗാം ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടെങ്കിലോ? ഏയ്, നിനക്ക് വെറുതെ തോന്നുന്നതാ. എന്നാലും അച്ഛൻ ഈ ചായ കുടിക്കണ്ട. അമ്മേ, ദുർഗ അമ്മ കൂടെ ഉണ്ടെങ്കിൽ അമ്മ കിച്ചണിൽ നിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല. നിനക്കിത് എന്താ ആദി? ദുർഗേച്ചി അങ്ങനെ ആളെ കൊല്ലാൻ നടക്കുന്ന ആളൊന്നും അല്ല. നിന്നെ ദുർഗേച്ചിക്ക് അത്രയ്ക്ക് ഇഷ്ടമാടാ, അതാ പ്രശ്നം. നിന്റെ മേല് വേറൊരാളെ അവകാശം സ്ഥാപിക്കുന്നത് ദുർഗേച്ചിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ തുളസിമോളോട് ദുർഗേച്ചിക്ക് ഇത്ര വിരോധം. അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ? അല്ലാതെ തൊട്ടേനും പിടിച്ചതിനൊന്നും ദുർഗേച്ചി ആളെ കൊല്ലൊന്നുമില്ല. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണത്രേ. എന്നോട് ഇഷ്ടം ഉണ്ടെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്നൊന്നും ചെയ്യാതിരിക്കല്ലേ വേണ്ടത്.
ഞാൻ സ്നേഹിക്കുന്നവരെയും എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ കൊന്നിട്ടാണോ എന്നോടുള്ള സ്നേഹം കാണിക്കുന്നത്? അമ്മേ, ദുർഗ അമ്മയ്ക്ക് മാനസിക പ്രശ്നമുണ്ട്. അവർക്ക് ശരിക്കും മട്ട് തന്നെയാ. ആദി മതി, നീ ആരെ കുറിച്ചാ പറയുന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? പറഞ്ഞു നീ കാട് കയറണ്ട. അമ്മേ, ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ്? ദുർഗാമ്മയോട് തുളസി എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ ഇന്നേവരെ? അമ്മയ്ക്കല്ല, അവൾക്കാണ് എന്റെ മേലെ കൂടുതൽ അവകാശം അവൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയുന്നത് പോട്ടെ, അങ്ങനെ വല്ലതും പെരുമാറിയിട്ടുണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ ഒന്നുമില്ല. എന്നിട്ടും ഒരു കാരണവുമില്ലാതെ തുളസിയെ ശത്രുവായിട്ടങ്ങ് പ്രഖ്യാപിക്കുക, കൊല്ലാൻ വേണ്ടി ആളെ വിടുക. അച്ഛാ, സുബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇതൊക്കെ? മനുഷ്യന്മാരുടെ മനസ്സ് അങ്ങനെ ആദ്യം. സ്നേഹം നഷ്ടപ്പെട്ടു തോന്നിയാൽ, സ്നേഹിക്കുന്നവരെ അകന്നു പോകുന്നു തോന്നിയാൽ പിന്നെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ദുർഗേച്ചിയോട് നിനക്കിപ്പോ ശത്രുത തോന്നാനുള്ള കാരണം എന്താ? തുളസിയെ നിനക്ക് അത്രയേറെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? നിന്റെ അതേ മാനസികാവസ്ഥയാ ദുർഗേച്ചിയുടേതും. നിന്നെ അത്രയേറെ ഇഷ്ടമുള്ളതുകൊണ്ടാ തുളസിയെ ശത്രുവായി കാണുന്നത്. ദുർഗേച്ചിക്ക് മാനസിക പ്രശ്നമുണ്ട്, അതേ മാനസിക പ്രശ്നം നിനക്കും ഉണ്ട്. അതെ, അച്ഛൻ പറഞ്ഞ വളരെ ശരിയാ. എനിക്കിപ്പോ വട്ടാം. ഒരു പരിചയമില്ലാത്ത ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴേ എനിക്ക് പേടിയാ. ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും എനിക്ക് പേടിയാ. സൂക്ഷിക്കണോ അച്ഛാ? എപ്പോഴും ശ്രദ്ധ വേണം, ഇല്ലെങ്കിൽ എന്റെ തുളസി എനിക്ക് നഷ്ടപ്പെടും. അമ്മേ, പുറത്തുനിന്ന് ആരെയും കിച്ചണിൽ കയറാൻ അനുവദിക്കരുത്. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതേ ദുർഗാമ്മയെ തന്നെയാ. എല്ലാ കുറ്റങ്ങളും എന്റെ തല ഇറക്കി വെക്കുവാണോ? വെച്ചോ, ഞാൻ ചുമട് താങ്ങിയാണല്ലോ. എല്ലാ വിഴുപ്പ് എന്റെ തലയിൽ എടുത്തു വെച്ചിട്ട് നിങ്ങളെല്ലാരും കൈ കഴിയിക്കോ? നാറ്റം ദുർഗ സഹിച്ചോളാം. അവനവൻ ചെയ്ത് കൂട്ടുന്നതിന്റെ ഒക്കെ ഉത്തരവാദിത്തം അവനവൻ തന്നെ ഏറ്റെടുക്കണം. കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാൽ കഥ അറിയുന്നവർ പരിഹസിച്ച് ചിരിക്കും ദുർഗേച്ചി. വിഴുപ്പലക്കാനല്ല ഞാൻ വന്നത്. ദുർഗേച്ചി യുദ്ധം ചെയ്യുന്നത് സ്വന്തം നിഴലിനോടാണെന്നുള്ള സത്യം ദുർഗേച്ചിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാ. ചേട്ടനെല്ലാം തുറന്നു പറയാൻ പോകണമെന്ന് തോന്നുന്നു. ചേട്ടാ, പറയാനുണ്ട് ദുർഗേച്ചി. എല്ലാം പറഞ്ഞു കഴിയുമ്പോ ഞാനും പ്രസയും പ്രിയയും ഒക്കെ ദുർഗേച്ചിയുടെ മുന്നിൽ കുറ്റവാളികളെ പോലെ നിൽക്കേണ്ടി വന്നേക്കാം. പക്ഷേ അപ്പോഴും ഞങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും. കാരണം ഞങ്ങൾ ചെയ്ത തെറ്റിൽ ഒരു നന്മയുണ്ട്, ഒരു ജീവൻ രക്ഷിക്കാൻ മാത്രം പോകുന്ന വലിയൊരു നന്മ. ഇനിയെങ്കിലും ദുർഗേച്ചി സത്യം അറിയണം. ഇനിയെങ്കിലും നമ്മൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്ന ആദ്യം നമ്മൾ കാണേണ്ടി വരും പ്രിയ. എന്ത് സത്യമാണ് നിനക്ക് എന്നോട് പറയാനുള്ളത്? അത് പറയാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ചേട്ടാ, ഞാൻ പറഞ്ഞോളാം. ദുർഗേച്ചിയോട് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്തോ ഒരു വലിയ രഹസ്യം നിങ്ങൾ എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കത് അറിയണം. പറയൂ. സാറിന് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് നീ പോണുള്ളൂ. അതെ, എനിക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞിട്ടേ നീ പോകുന്നുള്ളൂ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്കോ? നിന്റെ തന്തയെ ACP കൃഷ്ണപ്രസാദിന് എന്തിനൊന്നൊരു ചോദ്യമല്ല ഇപ്പൊ നിന്റെ മനസ്സിലായി. രാജീവ് സാർ അത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഒട്ടും ക്ഷമയില്ലാതെ നീ തിരക്ക് പിടിച്ച് പോകാൻ നോക്കിയേ. രവി, പകുതിക്ക് വെച്ച് നിർത്തിയത് പൂർത്തിയാക്കിയിട്ട് കൊണ്ടോണോ അതോ അവിടെ ചെന്നിട്ട് ബാക്കി പറഞ്ഞാ മതി? പൂർത്തിയാക്കിയിട്ട് കൊണ്ടുപോകുന്നതാ നല്ലത്. ന്യായം സാറിന്റെ ഭാഗത്തായതുകൊണ്ട് ഇവൻ അലമ്പുണ്ടാക്കാതെ വന്ന വണ്ടിയെ കേറിയാലോ. കഥ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ഉടക്കുണ്ടാക്കും. നമ്മൾ ബലം പ്രയോഗിക്കേണ്ടി വരും. ആ, നിന്റെ ആഗ്രഹം പോലെ തന്നെ ആവട്ടെ. ആ, നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ, ഒരു പോലീസുകാരൻ വന്ന് എന്നെ വരട്ടാൻ നോക്കിയപ്പോ അയാളുടെ ദേഹത്ത് ഞാൻ കൈവച്ചു. ഏത്? അത് കണ്ടുകൊണ്ട് അയാളുടെ മേലുദ്യോഗസ്ഥൻ വന്നത് ഞാൻ പറഞ്ഞല്ലോ. ആ വന്നത് ആരാണെന്ന് നിന്റെ വിചാരം? നിന്റെ തന്ത ACP കൃഷ്ണപ്രസാദ്. അയാൾ സാറിനെ തൂക്കിയെടുത്ത് അയാളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അതിനൊരു കാരണം കൂടിയുണ്ട്. മതി, അത്ര മതി രവി. ആ കാരണങ്ങളൊന്നും ഇവനറിയണ്ട. പൊടി പയ്യനല്ലേ. ഇല്ല, അത് പറയുന്നില്ല. ബാക്കി പറയാലോ.
അയാളോട് സാറിന് ആ കണക്ക് ഇന്ന് തന്നെ തീർക്കണം. അതിന് സാറിന്റെ മാളത്തിലേക്ക് അയാളെ വരുത്തണം. നിന്നെ പിടിച്ചോണ്ട് പോയാല് അയാള് വരുമെന്നാ ദേ ഇവൻ പറയുന്നത്. ഇപ്പൊ നിനക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. മോൻ വന്ന് വണ്ടി കയറ. എന്റെ വണ്ടിയുടെ കീ തരാനാ പറഞ്ഞേ. കീ തളം എന്ന് വെച്ചാ നീ ഞങ്ങളുടെ കൂടെ വരാൻ ഒരുക്കമല്ല. ഇങ്ങോട്ട് പോടാ. എന്താ രവി ഇത്? ഇങ്ങനെയാണോ ഇവനോട് പെരുമാറുന്നത്? ഇവൻ നമ്മുടെ ശത്രുവൊന്നുമല്ല, നമ്മളെ സഹായിക്കാൻ വന്നവനാ. അതുകൊണ്ട് മാന്യമായിട്ട് പെരുമാറണം. സാരമില്ല മോനെ, ഇവന്മാരെങ്ങനെയാ ആരോടും മര്യാദയ്ക്ക് പെരുമാറില്ല. ഒരു ഉടക്ക് ലൈന എല്ലാരോടും. സ്റ്റഫ് ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. യുവമാരെന്ത് ചെയ്താലും അനിയനത് കാര്യാക്കണ്ട. ഡീലിങ്സ് നമ്മൾ തമ്മിലല്ലേ? പിന്നെ ഇവിടെ ഇത്രയൊക്കെ സൗകര്യങ്ങളേ ഉള്ളൂ. എവിടെയാ നിന്നൊന്നും ഇരുത്തുക? ആ മോന്റെ അവിടെ പോയിരുന്നു. വന്ന കാലിൽ നിൽക്കണ്ട. മോനെ നിനക്ക് ഞാൻ കുടിക്കാൻ എന്താ തരിക? ഇവിടെ ചായയും കോഫിയൊന്നും കിട്ടില്ല. ഒരു പുക തരട്ടെ? പുക നല്ല സുഖമായിരിക്കും. 5-6 മണിക്കൂർ നേരത്തേക്ക് വേറൊരു ലോകത്തായിരിക്കും. ഞാനിപ്പോ ആ ലോകത്താ. അതുകൊണ്ടല്ലേ എനിക്ക് അനിയനോട് ഇത്ര സ്നേഹം. ഇയാളുടെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സ്വഭാവത്തിലല്ലാന്ന്. കഞ്ചാവും മയക്കുമരുന്നടിച്ച് ചെറ്റത്തരം കാണിക്കുന്ന നിങ്ങളെ പോലുള്ളവരെ ജയിലിലടക്കണം. മരിക്കുന്നവരെ എനിക്ക് സമ്മതമാ. പക്ഷെ എന്നെ പിടിച്ചുകൊണ്ട് ഈ ജയിലിലിടാൻ ACP കൃഷ്ണപ്രസാദ് തന്നെ വരണം. വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. പറഞ്ഞു കേട്ടില്ലേ? വിളിക്കേ. തന്തയെ വിളിച്ചിട്ട് ഞാൻ നിന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയ. വേഗം വന്ന് രക്ഷിക്കാൻ പറയ. അയാൾ ഇവിടെ വന്ന ആ നിമിഷം തന്നെ ഞാൻ വിട്ടേക്കും. പിന്നെ ഇടപാട് ഞാനും അയാളും തമ്മില്. വിളിക്കടാ. ദുർഗേച്ചിക്ക് ബുദ്ധിയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? പക്ഷെ ആ ബുദ്ധി നല്ല കാര്യത്തിന് ഉപയോഗിക്കില്ല. മംഗളപ്പച്ചിയെ പോലുള്ളവർ ഓരോരോ ഐഡിയ പറഞ്ഞു തരുന്നത് സഹായിക്കാനല്ല ഉപദ്രവിക്കാനാണെന്ന് ഈ ബുദ്ധി കൊണ്ട് ദുർഗേച്ചി ചിന്തിക്ക പോലും ഇല്ല. അതോ ദുർഗേച്ചിയുടെ കുഴപ്പം? എന്നെ ഉപദേശിക്കാൻ നിൽക്കാതെ നീ പോകുന്നുണ്ടോ? ഞാൻ ദുർഗേച്ചി ഉപദേശിക്കാനൊന്നും വരുന്നില്ല. സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാത്തവർക്ക് ഉപദേശത്തിന്റെ ആവശ്യം. ദുർഗേച്ചിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവുണ്ട്. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുമുണ്ട്. പക്ഷെ ഞാൻ എന്റെ സങ്കടങ്ങൾ പറയും. ദുർഗേച്ചി അത് കേൾക്കാൻ വേണം. എല്ലാവരും ദുർഗേച്ചിക്ക് ശത്രുക്കളാ. മംഗളപ്പച്ചിയെ പോലുള്ള കെട്ട ബുദ്ധിയുമായിട്ട് ജീവിക്കുന്നവരോടെ ദുർഗേച്ചിക്ക് അടുപ്പുള്ളൂ. എന്നിട്ട് അവര് പറയുന്നതൊക്കെ വേദവാക്യമായിട്ട് എടുത്ത് ഓരോ കുഴികളിൽ ചെന്ന് ചാടുകയും ചെയ്യും. അവിടെ സഹായിക്കാൻ വരുന്നവരെല്ലാവരെയും ദുർഗേച്ചി ശത്രുക്കളായി കാണുകയും ചെയ്യും. ദുർഗേച്ചി തുളസിമോളെ ഇല്ലാതാക്കാൻ നോക്കിയത് അറിഞ്ഞ നിമിഷം ആദ്യമോന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ മനസ്സിന്റെ സമനില തന്നെ തെറ്റിപ്പോവായിരുന്നു. കാരണം സ്വന്തം മകളെ പോലെ സംരക്ഷിക്കേണ്ട അമ്മയുടെ ഭാഗത്തു നിന്ന് അവളെ കൊല്ലാനുള്ള നീക്കങ്ങൾ ഉണ്ടായത്. എന്നിട്ടും ആദ്യമോൻ ദുർഗേച്ചിയോട് കണക്ക് തീർക്കാനൊന്നും വന്നില്ല. അവൻ അവന്റെ സങ്കടം പറഞ്ഞതേ ഉള്ളൂ. അതുപോലും ദുർഗേച്ചിക്ക് പിടിച്ചില്ല. അവനോട് ശത്രുവിനെ പോലെ പെരുമാറി. അവൻ ഇറങ്ങി പോവുകയും ചെയ്തു. അവൻ അവന്റെ വഴിക്ക് പോട്ടെ, എനിക്കെന്താ? അവന്റെ അച്ഛനും അയാളുടെ പാട്ടിന് പോട്ടെ, എനിക്കെന്താ? ഒന്നുമില്ലേ?
ആദ്യമോൻ അവന്റെ പാട്ടിന് പോയ ഏട്ടന്റെ പാട്ടിന് പോയ ദുർഗേച്ചിക്ക് ഒരു നഷ്ടമില്ലേ? എന്നെ അംഗീകരിക്കാത്തവരുടെ മുമ്പില് ഞാൻ തൊഴുതു നിൽക്കണോ? ദുർഗേച്ചിയെ അംഗീകരിക്കണം എന്നാണ് ദുർഗേച്ചി പറഞ്ഞു വരുന്നത്. എന്തൊക്കെ അംഗീകരിക്കേണ്ടത് അതും കൂടി ദുർഗേച്ചി ഒന്ന് പറഞ്ഞതാ. ദുർഗേച്ചി തുളസി മോളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതാണോ അംഗീകരിച്ചു തരേണ്ടത്? അതിന് തടസ്സം നിൽക്കുന്നവരെയൊക്കെ ദുർഗേച്ചി ശത്രുക്കളായി കാണും. അതാണോ അംഗീകരിച്ചു തരേണ്ടത്? ചോദ്യം ചെയ്യുന്നവരെയൊന്നും വകവെക്കാൻ ദുർഗേച്ചിക്ക് മനസ്സില്ല. അതാണോ അംഗീകരിച്ചു തരേണ്ടത്? ദുർഗേച്ചി പറ. ആദ്യമോൻ പിണങ്ങിപ്പോയതിന്റെ സങ്കടമാ ദുർഗേച്ചിയുടെ മനസ്സ് നിറയെ. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ദുർഗേച്ചി അത് സമ്മതിച്ചു തരില്ല. കാരണം ആദ്യം പിണങ്ങിപ്പോയതിന്റെ പേരില ദുർഗേച്ചി സങ്കടപ്പെടുന്നെന്ന് മറ്റുള്ളവരറിഞ്ഞ ദുർഗേച്ചിക്ക് അത് കുറച്ചില്ല. അമ്മയോട് തറുതല പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് അവനിപ്പോ തോന്നുന്നുണ്ടാവും. അമ്മയോട് പിണങ്ങിയത് തെറ്റായിപ്പോയെന്ന് അവൻ എപ്പോ തോന്നുന്നോ അപ്പൊ പോയതുപോലെ അവൻ തിരിച്ചു വരും. നീ നോക്കിക്കോ. അപ്പോഴും എന്നെ കുറ്റം പറയാനായിരിക്കും നിനക്ക് താല്പര്യം. ദുർഗേച്ചി പിടിച്ച മുയലിന് 3 കൊമ്പെന്ന്. പോയതുപോലെ ആദ്യമോൻ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദുർഗേച്ചി. അവൻ തിരിച്ചു വരണമെങ്കിൽ ദുർഗേച്ചി വിളിക്കണം. അവന്റെ സ്വഭാവം ദുർഗേച്ചിക്ക് അറിയാലോ. ആദ്യമോനാണോ? അല്ല, അറിയാത്തൊരു നമ്പർ. അല്ല, എന്താ എടുക്കാത്തത്? എടുക്ക. എന്തിന്? ആദ്യമായിരിക്കും. അവന്റെ കോള് കണ്ടാ ഞാൻ എടുക്കില്ലാന്ന് കരുതി കൂട്ടുകാരന്റെ നമ്പറിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും. എന്നോട് ക്ഷമ പറയാൻ. അവനോട് ഫോണിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പറയാനുള്ളതേ നേരിട്ട് വന്ന് പറയട്ടെ. അയ്യോ ദുർഗേച്ചി, ദുർഗേച്ചിയുടെ ഒരു കാര്യം. ഞാനും എന്റെ 2 ഫ്രണ്ട്സും. ആ ഫ്രണ്ട്സിനെ നീ അറിയും. എന്റെ കൂടെ നടന്ന് വഷളാവാതിരിക്കാൻ നീ പലതവണ പോലീസ് ഭാഷയിൽ ഉപദേശിച്ച അവനില്ലേ രവി, അവനിപ്പ എന്റെ വലം കയ്യാ. പിന്നെ വേറൊരുത്തൻ മുരുകൻ. 2 നല്ല ബെസ്റ്റ് പിള്ളേരാ. കിട്ടിയതെല്ലാം ഞരമ്പി കുത്തി കേട്ടിട്ട് പിച്ചും പെയ്യും പറയുന്നു. രാജീവ്, എനിക്ക് നല്ല തിരക്കുണ്ട്. സത്യമായിട്ടും ഞാൻ പിച്ചിമ്പയും പറയുന്നതല്ല. ദേ, നീയാണ് സത്യം ഉള്ളതാ. കിഡ്നാപ്പിങ്ങിന്റെ കാരണം പ്രണയം. പക്ഷേ പ്രണയിച്ചത് ആ പയ്യനല്ല, അവന്റെ തന്തയാ. ഇപ്പോഴും നിന്റെ മോന്ത കടന്നൽ കുത്തിയതുപോലെയാണല്ലോ. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ല അല്ലേ? ഞാൻ പിച്ചിമ്പയും പറയുന്നതല്ല എന്റെ മുത്ത്. അയാളുടെ ആ പയ്യന്റെ തന്തയുടെ പേര് പറഞ്ഞ നിനക്ക് ചിലപ്പോ വിശ്വാസമാവും. ആ AC-യുടെ വിളി ഇതുവരെ വന്നില്ലല്ലോ സാറേ. ആ സ്ത്രീ അയാളെ ഇനി വിവരം അറിയിച്ചിട്ടുണ്ടാവില്ലേ? അതോ ഇവനെ അവർക്ക് വേണ്ടേ? ഇവനെ അവർക്ക് വേണോ വേണ്ടയോന്ന് ഇവനോട് തന്നെ ചോദിച്ചു നോക്കാം. ദാടാ, നിന്റെ അച്ഛന്റെ പെങ്ങളെന്നാ പറഞ്ഞത്. സംസാരം കേട്ടിട്ട് ഒരു പാവം സ്ത്രീയാ. അവര് നിന്റെ അച്ഛനെ വിവരം അറിയിച്ചു കാണും അല്ലേ? എന്നിട്ടും നിന്റെ ACP തന്ന് വിളിച്ചില്ലല്ലോ. അതോ അയാളെ അറിഞ്ഞിട്ടും മസിൽ പിടിച്ചിരിക്കുകയാണോ? ആർക്കറിയാം. അയാളൊന്നും വന്നു കിട്ടിയാല് വെറും അരമണിക്കൂറത്തെ കാര്യമുള്ളൂ. കുറിച്ചു വച്ചിരിക്കുന്ന കണക്ക് തീർത്തിട്ട് എനിക്ക് എന്റെ വഴിക്ക് പോവാം. നിനക്ക് നിന്റെ വഴിക്കും പോവാം. കിട്ടിയത് മേടിച്ച് കീശയിൽ വെച്ചിട്ട് അയാൾക്ക് അയാളുടെ വഴിക്കും പോവാം. അതെ, ഇയാൾ എന്താ എന്റെ അച്ഛനെ കുറിച്ച് കരുതിയിരിക്കുന്നത്? ഒരു ഭീഷണിക്കോള് കിട്ടി അങ്ങ് വിരണ്ടു പോകുന്ന ആളാണെന്നാണോ? പരിചയത്തിൽ ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ ACP കൃഷ്ണപ്രസാദിനെ കുറിച്ച് അവരോടൊന്ന് അന്വേഷിച്ചു നോക്ക്. എന്റെ അച്ഛൻ ലീഡ് ചെയ്ത എൻകൗണ്ടേഴ്സിന്റെ ലിസ്റ്റ് കേട്ടാ ഇയാളുടെ മുട്ട് രണ്ടും വിറയ്ക്കും. ആണോ? ആ, ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കും ദുർഗേച്ചി. അതാദ്യം എന്റെ നാടകമൊന്നും അല്ല. അവൻ അപകടത്തിൽ തന്നെയാ. ഒന്ന് ഏട്ടനെ പോയിക്കൊണ്ട് വിവരം അറിയിക്കും ദുർഗേച്ചി. ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിൽ ഞാനും വരാം. അയ്യോ, ഇത് അയാള് തന്നെയാ. കളി മതിയാക്കി ആദ്യോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയും. പറയ് പ്രിയ, പിടിക്ക. ഹലോ, ACP കൃഷ്ണപ്രസാദിനെ വിവരം അറിയിക്കാൻ ഞാൻ പെങ്ങളോട് പറഞ്ഞിരുന്നു.
അയാൾ ഇതുവരെ എന്നെ വിളിച്ചില്ല. അത് ഏട്ടൻ ഫോൺ എടുക്കുന്നില്ല. തിരിച്ചു വിളിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ സമയത്തിന് വിലയില്ലേ? ഞങ്ങള് കുറച്ചും കൂടി ഉത്തരവാദിത്തം കാണിക്കണ്ടേ? ഉത്തരവാദിത്തം കാണിക്കും. അതിന് എന്റെ ഒരു സൂത്രമുണ്ട്. ഞാനേ ഫോൺ സ്പീക്കറിലിടാം. രവി, നിനക്ക് പറഞ്ഞ മനസ്സിലായടാ. അയ്യോ, ദുർഗേച്ചി, ആദ്യമൊന്നും ഒന്നും ചെയ്യല്ലേ. ദയവ് ചെയ്തവനൊന്നും ചെയ്യല്ലേ, ഉപദ്രവിക്കരുത്. ദുർഗേച്ചി ഒന്ന് പറ. ദുർഗേച്ചി, ഹലോ, നാടകം അസലായിട്ടുണ്ടെന്നേ ആദ്യോട് പറഞ്ഞേക്ക്. ആദ്യമോൻ ജീവനാണ്, പ്രാണന്റെ ഭാഗമാണ് എന്നൊക്കെ ദുർഗേച്ചി പറയുന്നത് വെറും കള്ളവാ. ഞാൻ ഇവിടെ ഇരുന്ന് ഒരുക്കായിരുന്നു. ദുർഗേച്ചിക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. മക്കളോട് ഇത്തിരെങ്കിലും സ്നേഹമുള്ള അമ്മമാർക്ക് മകൻ അപകടത്തിലാണെന്ന് അറിയുമ്പോ ഒരു ടെൻഷനും ഇല്ലാതെ ഇങ്ങനെ നിൽക്കാൻ കഴിയോ? അച്ഛനും മോനും നാടകം കളിക്കുമ്പോ ഞാൻ വിഡ്ഢിയാകാൻ നിന്നു കൊടുക്കാത്തതാണോ നീ എന്നിൽ കണ്ട കുറ്റം? നാടകമാണത്രേ നാടകം. ദേ, ഈ തലയ്ക്കകത്ത് നിറയെ മുൻവിധികളും ഉശുമ്പും തന്നിഷ്ടമൊക്കെയാ. എന്നെങ്കിലും അത് ഈ തലയ്ക്കകത്ത് ഇറങ്ങി പോവാണെങ്കിൽ അന്ന് ദുർഗേച്ചിക്ക് മനസ്സിലാവും എത്ര വലിയ തെറ്റാണ് ദുർഗേച്ചി ചെയ്തതെന്ന്. എല്ലാവർക്കും ഉണ്ടാവും ഒരു തിരിച്ചറിവിന്റെ കാലം. ഏട്ടാ, ഏട്ടാ, നമ്മുടെ ആദ്യമോൻ. പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാവുന്ന ആള് തന്നെ കൂട്ടിക്കൊണ്ടുപോയത്. ഉപദ്രവിക്കൊന്നുമില്ല. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണം തുടങ്ങിയതേ ഉള്ളൂ. ആദ്യം അവന്മാരെ പിടിച്ചോണ്ട് പോയിട്ട് നേരെ എത്രയേട്ടാ. അയ്യോ, അവന് ഓർത്തിട്ട് എന്റെ കൈയും കാലും വിറക്കിയ. നീ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ? അല്ല, എവിടെ പോകുന്നു എന്ന് പറഞ്ഞാ അവൻ ഇവിടുന്ന് ഇറങ്ങിയത്? ഒന്നും പറയാതെ പോയത്. ദുർഗേച്ചോട് പിണങ്ങിയ പോയത്. ഇനി ഒരിക്കലും കാണില്ല എന്നും പറഞ്ഞ്. പ്രിയേ, അവനെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് നീ നിന്റെ ഏട്ടനോട് പറഞ്ഞേക്ക്. കാശൊന്നും എടുക്കാതെയല്ലേ അവൻ പോയിരിക്കുന്നത്. വിശക്കുമ്പോ കയറി വന്നോളും. കേട്ടില്ലേ ഏട്ടാ, ഇതാ ദുർഗേച്ചിയുടെ നിലപാട്. ആദ്യം പിടിച്ചോണ്ട് പോയ ആള് ദുർഗേച്ചിയുടെ ഫോണിലേക്കാ വിളിച്ചത്. കൂട്ടുകാരന്റെ ഫോണിൽ നിന്ന് ആദ്യം വിളിക്കുന്നതാണെന്ന് പറഞ്ഞ് ദുർഗേച്ചി ഫോൺ എടുത്തില്ല. ഞാനാ ഫോൺ എടുത്തത്. അയാൾ ആദ്യം പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ദുർഗേച്ചി വിശ്വസിക്കുന്നില്ല. ദുർഗേച്ചി തോൽപ്പിക്കാൻ ആദ്യം കള്ളം പറയാണെന്ന്. അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കായിരുന്നില്ലേ? വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് വെച്ച് നേരിട്ട് ഒന്ന് പറയായിരുന്നില്ലേ? ഞാൻ ദുർഗേച്ചിയോട് പറഞ്ഞതാ, കേൾക്കണ്ടേ? ആദ്യയുടെ നാടകമാണെന്ന്. നാടകം ആദ്യം മാത്രമല്ല, നീയും മറ്റു പലരും ചേർന്നുള്ള നാടകം. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. അത് തുറന്നു പറയാൻ നീ എന്തിനാ മടിക്കുന്നത്? സത്യം പറഞ്ഞതിന് കൈക്ക് വിലങ്ങ് വെക്കില്ലല്ലോ ഒരു പോലീസ് ഏമാനും. ആദിയുടെ കൂടെ മറ്റു പലരും ചേർന്ന് കളിക്കുന്ന നാടകമെന്ന് നീ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ നാടകം കളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എനിക്ക്. തല്ലി അനുസരിപ്പിക്കുമെന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം? എങ്കി അതെനിക്കൊന്ന് കാണണം. വീണ്ടും തുടങ്ങിയോ ഈ ദുർഗേച്ചിക്ക്? എന്താ ഇവിടെ മറ്റുള്ളവരുടെ ഉള്ളിൽ തീയാ? അപ്പോഴാ കസ്റ്റഡിയിലെടുത്ത രാജീവിനെ ഞാൻ മോചിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഹസ്ബൻഡ് എന്ന പരിഗണന ഞാൻ നൽകാൻ പാടില്ലായിരുന്നു. എന്റെ തെറ്റ് ഞാൻ തിരുത്തുന്നു. ഈ ക്രിമിനൽസിനെ കൊണ്ടുപോയിക്കോളൂ. എന്നെ പിടിച്ചുകൊണ്ട് ഈ ജയിലിലിട്ടാല് നിങ്ങൾക്ക് രണ്ടുപേർക്കും സൗകര്യമായല്ലോ അല്ലേ? ഇതിന് മറുപടി തരേണ്ടത് നാവുകൊണ്ടല്ല, കൈകൊണ്ടാ. പക്ഷെ അത് ചെയ്യാൻ പാടില്ലല്ലോ. ഇയാള് കെട്ടിയ താലി എന്റെ കഴുത്തില് വീർപ്പുമുട്ടി കിടപ്പുണ്ടല്ലോ, അത് ഞാൻ മറക്കാൻ പാടില്ല. ഓ, നീ അത് ഒരിക്കലും മറന്നിട്ടില്ലെന്ന് ചത്തുപോയ നിന്റെ അച്ഛന്റെ പേരിൽ സത്യം ചെയ്യാൻ പറ്റുമോ നിനക്ക്? ഒരു പെണ്ണിന് അവളുടെ പരിശുദ്ധി തെളിയിക്കേണ്ടി വരുന്നത് വല്ലാത്ത ഗതികേടാ.
എന്റെ മനസാക്ഷിയോടും മരിച്ചു മുകളിൽ നിൽക്കുന്ന എന്റെ അച്ഛന്റെ ആത്മാവിനോടും അല്ലാതെ എനിക്കാരെയും ഒന്നും ബോധിപ്പിക്കാനില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.